ഒരു പോലീസ് സ്റ്റേഷൻ രാജ്യത്തെ ഏറ്റവും മികച്ചതിലൊന്നാകുമ്പോൾ ജനം എങ്ങനെയാണ് പ്രതികരിക്കുക? എങ്ങനെയൊക്കെയാണ് ഒരു പോലീസ് സ്റ്റേഷൻ ഒരു മികച്ച പോലീസ് സ്റ്റേഷൻ ആവുന്നത്? ഇതിന് രണ്ടിനുമുള്ള ഉത്തരം പാലക്കാട്ടെ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ പറയും. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ മധുരം വിതരണമാണ്. സ്നേഹത്തിന്റെ ആശംസ കൈമാറ്റങ്ങളാണ്. ഇതൊന്നും പോലീസുകാർ ചെയ്യുന്നതല്ല. പകരം സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾ സ്റ്റേഷനിലെത്തി പോലീസുകാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആലത്തൂർ പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്തത് മുതൽ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ത്യയിൽ തന്നെ മികച്ച പോലീസ് സ്റ്റേഷനുകളിൽ 5ാം സ്ഥാനം നമ്മുടെ ആലത്തൂർ സ്റ്റേഷന് കിട്ടിയിരിക്കുകയാണ്. കേരളത്തിൽ നിലവിൽ അവർ 1ാം സ്ഥാനം കിട്ടിയവരുമാണ്. അപ്പോൾ തൊട്ട് ഉള്ള സ്കൂൾ എന്ന നിലയ്ക്ക് പെരുങ്കുളം AUP സ്കൂൾ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെയും പോലീസ് ഇൻസ്പെക്ടർ T. ഉണ്ണികൃഷ്ണൻ സാറേയും അനുമോദിക്കാൻ വേണ്ടി എത്തിച്ചേർന്നതാണ്. നല്ല പോലീസുകാരെയും നല്ല പോലീസ് സ്റ്റേഷനുകളെയും ജനങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഇവിടെ എത്തിയാൽ കാണാം. നിലവിലെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ പുരോഗതി, ക്രിമിനൽ കേസുകൾ തടയാനുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, പൊതുജന സേവനം, അതിന്റെ മികവ്, കാലതാമസമില്ലാതെ സേവനം ലഭ്യമാക്കുക തുടങ്ങി വിവിധ കാര്യങ്ങൾ പരിഗണിച്ചാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനെ രാജ്യത്തെ 5ാമത്തെ മികച്ച സ്റ്റേഷനായി തിരഞ്ഞെടുത്തത്. ഈ ഒരു മത്സരത്തിൽ ജഡ്ജ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥർ ഈ പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് തേടിയത്. അവരുടെ അഭിപ്രായങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യവും മുൻഗണനയും കൊടുത്തത്. അതിൽ പോലീസിന് യാതൊരു റോളുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയ ആ ഓരോ പൗരന്മാരെയും ഓരോ പൊതുജനങ്ങളെയും അവരോടുള്ള കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകം അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അവർക്ക് പ്രത്യേക സീറ്റ് കൊടുക്കാനും പ്രഥമ പരിഗണന കൊടുത്ത് അവരുടെ പരാതി കേൾക്കാനും അത് സോർട്ട് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ പരാതികൾ വന്നാലും അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ത്രെട്ടായ ലഹരിക്കെതിരെ എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. നിരന്തരമായി അവരുമായിട്ടുള്ള ക്ലാസ്സുകളും സമ്പർക്കങ്ങളും നമ്മൾ നടത്തി വരുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെന്റ് നേടിത്തരുന്നതിനുള്ള സഹായകരമായി. ആലത്തൂർ പോലീസ് സ്റ്റേഷൻ നേടിയ ഈ നേട്ടത്തെ ചെറുതായി കാണാൻ കഴിയില്ല. കാരണം 5 പഞ്ചായത്തുകളും ഒരു പഞ്ചായത്തിന്റെ പകുതിയും ഉൾപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റേഷന്റെ അടുത്ത അതിർത്തിയിലേക്ക് 40 കിലോമീറ്റർ ഉണ്ട് ദൈർഘ്യം. അത്ര വലുതാണ് സ്റ്റേഷൻ. ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 9 വില്ലേജ് ഓഫീസുകളും 1.5 ലക്ഷത്തോളം ആളുകളുമുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തെ ക്രമസമാധാന പരിപാലനവും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കലും ഒട്ടും ചെറിയ കാര്യമേ അല്ലല്ലോ. കേവലം മത്സരത്തിന് വേണ്ടി സ്റ്റേഷൻ ഒരുക്കുകയല്ല, എല്ലായ്പ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആവാൻ ശ്രമിക്കുകയാണ് ആലത്തൂരും ഈ പോലീസ് സ്റ്റേഷനും. അപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിലവിലുള്ള ഭൗതിക സാഹചര്യങ്ങൾക്ക് പുറമെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നത് കൂടി അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു മത്സരത്തിന് വേണ്ടി മാത്രമല്ല, അല്ലാതെ തന്നെ ചെയ്ത കാര്യങ്ങളാണ്. 5ാം സ്ഥാനം എന്ന നേട്ടം വലിയ ഉത്തരവാദിത്വമാണ് നൽകുന്നതെങ്കിലും അത് കൂടുതൽ ഊർജ്ജസ്വലതയോടെയും ധൈര്യത്തോടെയും ഏറ്റെടുക്കുകയാണെന്ന് സ്റ്റേഷൻ ഓഫീസർ TN ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നിരന്തരമായ ജനകീയ ഇടപെടലുകൾ പരസ്പര വിശ്വാസം വളർത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും ടാക്സി ഡ്രൈവേഴ്സും ഇവിടുത്തെ പൊതുജനങ്ങളും MLAയും മറ്റുള്ള എല്ലാ ആളുകളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. അവരുടെ ഈ ഒരു വരവ് അവരെല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നതോടൊപ്പം ഞങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ.